ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സരിയും ഷാരിയും പരസ്പരം വിഷമങ്ങൾ പറഞ്ഞ് ഡ്രൈവർ ഒന്ന് ജ്യൂസ് മേടിക്കാൻ വേണ്ടി വിട്ടതിന് ശേഷം പരസ്പരം വിഷമങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയാട്ടോ. സരിയു പറഞ്ഞിട്ട് എനിക്ക് അച്ഛന്റെ ചെയ്ത കത്തുന്ന സമയത്ത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മേ. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കിരണിനെയും ചന്ദ്രസേനൻ അങ്കിളിനെയൊക്കെ അറിയാവുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ പൊട്ടിക്കരഞ്ഞ എന്നെ കമ്പനിയിൽ നിന്നും പുറത്താക്കും, അമ്മേനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കും. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കരയാണ്ട് പിടിച്ചു നിന്നത്. ഞാനും അതേ മോളെ അവിടെ നിന്ന് പുറത്തേക്കാണ് നമ്മൾ പിന്നെ എവിടേക്കാ പോകുക, അതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നത് എന്ന് പറയാണ്. എല്ലാത്തിനും കാരണം ആ കല്യാണിയാണമ്മേ. എന്റെ അച്ഛൻ കല്യാണിനെ കൊല്ലാൻ നോക്കിയത് പോലും എനിക്ക് വേണ്ടിട്ടാ, ഞാനും കിരണും ഒന്നാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോ ഷാരി ഒന്ന് ഞെട്ടുന്നുണ്ട്. സരിയു പറയണ്ട, അമ്മ നോക്കിക്കോ, ഇതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അവള് ആ കല്യാണി ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു. അഥവാ അവള് ചത്തിനെങ്കിൽ ഞാൻ അവളെ കൊല്ലും അമ്മേ. എന്നിട്ട് കിരണിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടക്കും. എങ്കിൽ മാത്രമേ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. എന്റെ അച്ഛന്റെ ആത്മാവ് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ സരിയു എങ്ങനെ പറയണ്ട. പിന്നീട് കാണിക്കുന്ന കല്യാണിനെയാണ്. കല്യാണി രാഹുൽ കുത്തിയ ആ ഭാഗം തന്നെ ആലോചിച്ച് അങ്ങനെ കിടക്കുവാട്ടോ. ആ സൈറ്റിൽ വെച്ച് രാഹുൽ ഒറ്റ കുത്തുകുതിലൊക്കെ ആലോചിച്ച കല്യാണി ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടേക്ക് കിരൺ വരുന്നുണ്ട്. എന്താ കല്യാണി, എന്താ നീ ആലോചിച്ചിരിക്കണത്? ഒന്നുമില്ല കിരണേട്ടാ, ബഗാസുർ എന്ന് പറഞ്ഞ ആ അങ്കിളുണ്ടല്ലോ, അങ്കിൾ എന്നെ കുത്തിയ കാര്യമൊക്കെ ആലോചിക്കായിരുന്നു. നിന്നെ കുത്തിയ ആള് ഇപ്പൊ പരലോകത്തേക്ക് പോയി കഴിഞ്ഞു. അയാളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? എന്ത് ചടങ്ങ്? അമ്മക്കോ അച്ഛനോ എനിക്കോ ആർക്കും താല്പര്യമില്ല. പിന്നെ സരിയും ഷാരിയാന്റെയും ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശ്മശാനത്തിലേക്ക് വിട്ട ആ ഒരു ആംബുലൻസ് ഡ്രൈവർ എടുത്ത് ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടത്തെ ചെറുതായിട്ടൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് പൈസയൊക്കെ അച്ഛൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ടല്ലോ, അനാഥ ആയിട്ടുള്ള ഇങ്ങനത്തെ പോലെ മരിക്കുന്ന ആൾക്കാരെയൊക്കെ അവരങ്ങനെ വെറുതെ ശ്മശാനത്തിലേക്ക് എടുക്കില്ല. അവർക്ക് വേണ്ട ചെറിയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവരെ ശ്മശാനത്തിൽ അടക്കം ചെയ്യുള്ളൂ. എന്തായാലും നമുക്ക് ആഘോഷിക്കണം കല്യാണി. നീ എന്തായാലും ഇന്നിട്ട് വൈകിട്ട് വാർഡിലേക്ക് മാറ്റാന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുറച്ചു സമയം ഡിസ്ചാർജ് ചെയ്യും. വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മ പാറും ബൈച്ചും ഒക്കെ വരുന്നുണ്ട്. പടക്കവും കമ്പിത്തിരി എല്ലാം കത്തിച്ച് നമുക്ക് ആഘോഷിക്കണം. വേണ്ട കിരണേട്ടാ, കിരണേട്ടനൊക്കെ പെലയല്ലേ, എന്ത് ബല, അതൊന്നുമില്ല. അയാൾ മരിച്ച സന്തോഷമായിട്ട് വിചാരിക്കാൻ ഞാൻ. പക്ഷെ കിരണേട്ടാ, എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ പോലെ തോന്നുന്നു. അയാൾ മരിച്ചെന്ന് പറഞ്ഞ സമാധാനമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ, ഗംഗപ്രസാദിന്റെ കേസ്. അത് അതിന്റെ വഴിക്ക് വിട്ടേക്ക് കല്യാണി. ആ കേസ് അന്വേഷിച്ച് അവസാനം അയാൾ എന്റെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ അത് അപ്പൊ ആലോചിക്കാം. എത്തുന്നുണ്ടെങ്കിൽ എത്തട്ടെ, അതെന്താ വെച്ചാ അപ്പൊ ചെയ്താ പോരെ. എന്തിനാ ഇപ്പൊ തന്നെ ടെൻഷൻ ആവണത്? എല്ലാം കേട്ടോ, എനിക്ക് ഉറപ്പാണ് ആ CA എത്രയും പെട്ടെന്ന് ആ കേസ് അന്വേഷിച്ച് അയാള് കണ്ടുപിടിക്കുമെന്നുള്ളത്. കണ്ടുപിടിക്കാണെങ്കിൽ രണ്ട് കൈയും സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ജയിലിലേക്ക് പോകും. അവിടെ നിന്റെ ആങ്ങളെന്ന് പറഞ്ഞ വിക്രമാദിത്യൻ മഹാരാജാവ് ഉണ്ടല്ലോ, അവനെ ജയിലിൽ പോയിട്ട് കൊല്ലാനായിരിക്കും എന്റെ വിധി. അതിനു വേണ്ടിയിട്ടായിരിക്കും ഞാൻ ജയിലിലേക്ക് പോകുന്ന തന്നെ. ഉറപ്പിച്ച കല്യാണി, ഞാനെങ്ങാനും ജയിലിലേക്ക് പോവാണെങ്കിൽ വിക്രത്തിനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. കിരണേട്ട, ശത്രുക്കളെ ഇങ്ങനെ കിരണേട്ടനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്തൊക്കെ കാണുമ്പോ എനിക്ക് വളരെ പേടിയും കാര്യങ്ങളൊക്കെ തോന്നുക. കല്യാണി അതിൽ സന്തോഷിക്കാനേ വേണ്ട, നമ്മുടെ ശത്രുക്കളെല്ലാം ഇല്ലാതായി. പിന്നെ നിന്നെ കാണാൻ വേണ്ടി അച്ഛൻ വന്നിരുന്നു അല്ലെ? വന്നിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് അവിടുന്ന് പറഞ്ഞയച്ചത്. അച്ഛന് വല്ലാത്ത വിഷമമായി. പിന്നെ രാഹുൽ മരിച്ചെന്ന് പറഞ്ഞപ്പോ അച്ഛന് ആശ്വാസമായി. അവർക്കൊക്കെ മനസ്സിലായോ കിരണേട്ടനാ ചെയ്തെന്ന്? അത് പിന്നെ മനസ്സിലാവാതിരിക്കില്ലല്ലോ കല്യാണി. ആ CAക്ക് മനസ്സിലാക്കി കാണുമായിരിക്കോ? ഇനി അയാൾ ആ കേസും അന്വേഷിക്കോ കിരണേട്ടാ? അത് അയാളുടെ ഏരിയയിൽ വരുന്ന ഇവിടെ പോലീസ് സ്റ്റേഷനിലെ കേസ് അല്ലല്ലോ, അതുകൊണ്ട് അയാൾ അന്വേഷിക്കാൻ ചാൻസ് ഒന്നും ഇല്ല. എന്തായാലും കല്യാണി അതൊന്നും അവർക്ക് ടെൻഷൻ ആവണ്ട. ഇപ്പൊ സന്തോഷിക്കേണ്ട സമയമാണ്. രാഹുലും ഗംഗപ്രസാദൊക്കെ പരലോകത്ത് ഇപ്പൊ ഒന്നിച്ചിട്ട് പുതിയ പ്ലാനൊക്കെ നടത്തുന്നുണ്ടാകും. സരയുവിന്റെ നിലപാട് എന്താ കിരണേട്ടാ? അവളെന്ത് അച്ഛൻ മരിച്ചിരുന്നു, അവർക്കൊരു കൂസലുമില്ല. ഷാരി ആന്റിക്ക് അങ്ങനെ തന്നെയാ. പക്ഷെ താരാന്റിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ താരാന്റിനെ കാണാൻ പോയിരുന്നു. താരാന്റി എന്നെ കണ്ടപ്പോ തന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് കണ്ണ് നിറയായിരുന്നു. താരാന്റിനെയും അയാൾ കുറെ അനുഭവിപ്പിച്ചിട്ടുണ്ടല്ലോ. പാവം, മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് താരാന്റിന് എന്തൊക്കെ ഉപദ്രവങ്ങളാ അയാൾ ചെയ്ത ചെറുപ്പകാലത്ത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ സരയു ജയിച്ചത്. അയാളുടെ കൈ തന്നെ ബാക്കി പിന്നെ കിട്ടുകയും ചെയ്തു സരയുവിന്. എങ്ങനെയൊക്കെ കഥ പോയെന്ന് നോക്കിക്ക കല്യാണി. എന്തായാലും നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞ കിരൺ അവിടെ നിന്ന് പോവാണ്. പിന്നെ കാണിക്കുന്ന CA മാർട്ടിനെ ആട്ടോ. അയാളിങ്ങനെ പോണ സമയത്ത് രതീഷും അതുപോലെ തന്നെ വേലും കൂടി ബൈക്കിൽ പോകുന്നത് കാണുന്നുണ്ട്. അവരുടെ ബൈക്കിന് മുൻപിൽ തന്നെ പോലീസ് ജീപ്പ് പെട്ടെന്ന് തന്നെ നിർത്താണ്. എന്നിട്ട് CA മാർട്ടിൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ രതീഷും വേലും പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങും കേട്ടോ. എന്താടാ, നിങ്ങൾക്കൊന്നും ഹെൽമെറ്റ് ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. സാറേ, ഞങ്ങൾ തൊട്ടടുത്ത് വരാം. എവിടെ തൊട്ടടുത്ത് വരാം? എവിടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഹെൽമെറ്റ് വെക്കണമെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. സോറി സാറേ, ഞാനേ ഹെൽമെറ്റ് വെക്കാത്തതിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടൊന്നല്ല വിളിച്ചത്. നിങ്ങളെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം. അയ്യോ, ഞങ്ങളോ? എന്താ സാറേ? അതെ, ഒരു കേസ് അന്വേഷിക്കുമ്പോ അതിന്റെ കൂടെ ഉണ്ടായ ആൾക്കാർ ചില സംശയം തോന്നുകയാണെങ്കിൽ ഒന്ന് ചോദ്യം ചെയ്യേണ്ട ഏർപ്പാടുണ്ടല്ലോ, അതിന് വേണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വരണം. വണ്ടി എന്ന് രതീഷ് പറയുമ്പോ അതൊക്കെ
കോൺസ്റ്റബിള് നിങ്ങളെ വീട്ടിലെത്തിച്ചോളും. എടോ ഈ വണ്ടിയെ ഇവരുടെ വീട്ടിലെത്തിച്ചു. ശരി സർ, ഇത് രണ്ടുപേരും വണ്ടി ജീപ്പിലേക്ക് കയറിക്ക്, നിങ്ങളെ നന്നായിട്ടൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വേലുവിനെയും അതുപോലെ തന്നെ രതീഷിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് CA മാർട്ടിൻ കേട്ടോ. അതേസമയം നമ്മുടെ കല്യാണിയല്ല സോറി ഷാരിയും അതുപോലെ തന്നെ താരയും കൂടി ഷാരിയുടെ സരിയും താരയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സരിയു താരയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് താരയുടെ ചോദിക്കേണ്ട അമ്മക്ക് സന്തോഷമായി കാണുമല്ലേ എന്റെ അച്ഛൻ മരിച്ചപ്പോ എന്ന് പറയുമ്പോ താരം ഒന്നും മിണ്ടുന്നില്ല. സരിയു പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി അമ്മക്ക് സന്തോഷമായി കാണും. അമ്മ സന്തോഷിക്കാൻ ഞാൻ കുറ്റം പറയുന്നില്ല. മനോഹർ എന്റെ ജീവിതത്തിൽ എന്നെ ചതിച്ച പോലെയാണല്ലോ അച്ഛനൊരു സമയത്ത് അമ്മേനെ ചതിച്ചത്. അപ്പൊ മനോഹർ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അച്ഛൻ മരിക്കണമെന്ന് അമ്മയെ ആഗ്രഹിച്ച് കാണുമായിരിക്കുമല്ലോ. എന്തായാലും എന്റെ അച്ഛൻ പോയി, എന്റെ അച്ഛനെ കൊന്നതാ എനിക്ക് ഉറപ്പാ. കിരണെല്ലാം കൂടിയിട്ട് കയ്യും കാലൊക്കെ ബന്ധിച്ച് കാട്ടിൽ ഉപേക്ഷിച്ചത് എന്റെ അച്ഛന്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊന്നിട്ട് കയ്യും കാലൊക്കെ ബന്ധിച്ച് കാട്ടിൽ കൊണ്ട് ഇട്ടതായിരിക്കും, അല്ലെങ്കിൽ അവിടെ മൃഗങ്ങൾക്ക് വലിച്ചു കീറാൻ കൊടുത്തതായിരിക്കും. എന്നാലും എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞു. എന്റെ അച്ഛൻ എനിക്ക് വേണ്ട ജീവിച്ചത്. സ്വന്തം മകളല്ലെന്ന് അറിഞ്ഞത് അച്ഛൻ ഈയിടെയല്ലേ. മുമ്പൊന്നും അച്ഛൻ അറിയായിരുന്നു ഞാൻ സ്വന്തം മകളല്ലെന്ന്. എന്നിട്ട് പോലും സ്വന്തം മകളായിട്ട് തന്നെയാണ് എന്നെ അച്ഛൻ സ്നേഹിച്ചത്. ഈശ്വര, എന്റെ അച്ഛനെ കുറിച്ച് ആദ്യമേ എനിക്ക് സങ്കടം വരുവാ. ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് ഒരു അനാഥ ശവം ദഹിപ്പിക്കുന്ന പോലെ ദഹിപ്പിച്ചപ്പോഴും എന്റെ കണ്ണീന്ന് വെള്ളം വരാതെ ഞാൻ നോക്കുമായിരുന്നു. കാരണം ചന്ദ്രസേന്റെ കിരണിന്റെ ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. അവരുടെ മുമ്പിൽ പൊട്ടിക്കരയാൻ പറ്റില്ലല്ലോ. ഞാനും അമ്മയും പരസ്പരം പിടിച്ചു നിന്നു. എനിക്ക് പൊട്ടിക്കരയണം. എന്റെ അച്ഛൻ കല്യാണിനെ കൊല്ലാൻ വേണ്ടി വരെ നോക്കിയത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അച്ഛൻ അതൊക്കെ ചെയ്തത്. എന്തായാലും എന്റെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കല്യാണി മരിക്കണം, എന്നിട്ട് ഞാനും കിരണും ഒന്നാവണം. അതാണ് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത്. താര പറയണ്ട് ഒന്നിനും പോവണ്ട, ഇപ്പൊ പോയി കഴിഞ്ഞാൽ നിനക്കും നിന്റെ അച്ഛന്റെ അതേ അവസ്ഥയായിരിക്കുമെന്ന് താര ആക്ഷൻ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. സരിയോ പറയണ്ട് ഇനി ഞാൻ മരിക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മോള് സേഫ് ആണ്, അമ്മ സേഫ് ആണ്, വളർത്തമ്മയും സേഫ് ആണ്. എന്തായാലും കല്യാണി ഞാൻ കൊല്ലാൻ നോക്കുമെന്ന് വെച്ചാൽ കൊല്ലാൻ നോക്കിയിരിക്കും. അവളെ ജീവിതത്തിലേക്ക് വീണ്ടും പച്ച കയറി പിടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവളെ ഇല്ലാതാക്കിയിരിക്കും. നോക്കിക്കോ, എന്റെ അച്ഛന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തിരിക്കും. കിരണിനെ എന്നെ ഒന്നിപ്പിക്കാൻ വേണ്ട അച്ഛൻ കല്യാണിനെ കൊല്ലാൻ നോക്കിയത് അത് എന്റെ ആഗ്രഹം കൊണ്ടാ എന്നൊക്കെ സരിയു ഇങ്ങനെ വിളിച്ചു പറയാട്ടോ. പക്ഷെ അവിടേക്ക് കിരൺ വരുന്നുണ്ട് കേട്ടോ. കിരൺ ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കിരൺ അവിടെ വെച്ചിട്ട് ഒരു കാര്യങ്ങളും ചോദിക്കുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. കിരണ് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഓഹോ, അപ്പൊ ഇവളുടെ പ്ലാനിങ് ആയിരുന്നു. ഇവള് പറഞ്ഞിട്ടാണ് ഇവളുടെ അച്ഛൻ ഇതൊക്കെ ചെയ്തത്. അങ്ങനെ കള്ളി വെളിച്ചത്തായി. രതീഷ് അന്നേ എന്നോട് പറഞ്ഞാണ് ഇവളെ വിശ്വസിക്കാൻ പാടില്ലെന്ന്. അവസാനം അത് തന്നെ സംഭവിച്ചു. സരിയുവിന്റെ തനി സ്വഭാവം കാണിച്ചു. ഇവൾക്കുള്ള പണി സൈലന്റ് ആയിട്ട് കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമുക്ക് പ്രൊമോയിൽ കാണാൻ സാധിച്ചത്. പിന്നെ രാഹുലും മരിച്ചിട്ടില്ലെന്ന് കുറെ പേര് പറയുന്നുണ്ട് കേട്ടോ. രാഹുൽ മരിച്ചിട്ടില്ല എന്ന്. രാഹുലിന്റെ കാല് ബന്ധിച്ചിട്ടില്ലല്ലോ. അപ്പൊ കാല് ബന്ധിക്കാത്ത കൊണ്ട് തന്നെ രാഹുൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. വേറെ ആരുടെയോ ശവമാണ് കിടക്കുന്നതൊക്കെ പറയുന്നുണ്ട്. രാഹുലിന്റെ സാധനങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ച് ഓടിപ്പോയതാണ്. അങ്ങനെ ആവാൻ വഴിയില്ല, കാരണം സീരിയൽ ക്ലൈമാക്സ് ആയല്ലോ. പക്ഷെ അങ്ങനെ പറയുന്നത് കൊണ്ട് ഇനി എനിക്കറിയില്ല, ചിലപ്പോ ഇനി ജീവനോട് വന്നിട്ട് നല്ലവരായിട്ട് എവിടെയും കിടക്കുന്നുണ്ടോ എന്നും പറയാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ രാഹുൽ മരിച്ചു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ രാഹുൽ മരിച്ചെന്നാണ് ഭൂരിഭാഗം ആൾക്കാരും പറയണത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? രാഹുൽ ഉണ്ടാവില്ലേ? എന്തായാലും താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.